ഈ ലോകത്ത് ആയിരം കണക്കിന് ആനിമ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ ആനിമ കാണാൻ വരുമ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവും. ഇതിൽ ഏത് ആനിമയാണ് ആദ്യം കണ്ടത്, ഏത് ആനിമയാണ് അയാൾക്ക് ഇഷ്ടപ്പെടുക, ഏതാണ് നല്ലത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആനിമയെ സജസ്റ്റ് ചെയ്ത് തരാം. ഒരു ബിഗിനർ എന്ന ലെവലിൽ പറ്റിയ ആനിമയാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഞാൻ കൂടുതൽ ടൈം വേസ്റ്റ് ആക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് അവിനാഷ്, വെൽക്കം ടു ആഷ്വേഴ്സ്. നിങ്ങൾ ഈ അഡ്വഞ്ചർ ആക്ഷൻ ടൈപ്പാണ് നോക്കുന്നതെങ്കിൽ ഡീമൺ സ്ലെയർ ആയിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ. ഇത് പറയുന്നത് അതിൻ്റെ ആനിമേഷൻ ക്വാളിറ്റി അടിപൊളിയാണ്. പിന്നെ അതിൽ ഫൈറ്റിംഗ് സീക്വൻസ് ആയിക്കോട്ടെ, അഡ്വഞ്ചർ ആയിക്കോട്ടെ, നല്ലൊരു ബിഗിനർ ആനിമ തന്നെയാണ് ഡീമൺ സ്ലെയർ. ഞാൻ പേഴ്സണലി ആനിമ തുടങ്ങിയത് തന്നെ ഡീമൺ സ്ലെയർ വെച്ചിട്ടാണ്. നെക്സ്റ്റ്, നിങ്ങൾ ഈ ഫൈറ്റിംഗ് ആനിമയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ടത് വിൻഡ് ബ്രേക്കർ എന്നൊരു ആനിമേ സീരീസാണ്. ഇതെന്ന് പറയുന്നത് ഒരു സ്കൂൾ മൊത്തം ഫൈറ്റിങ്ങും അതായിട്ടുള്ള ഒരു സ്കൂള്. അതിലേക്ക് ഒരു പുതിയൊരു ചെറുക്കൻ വരുന്നു, അവൻ്റെ പിന്നെ ജേണിയും ഇതൊക്കെയാണ്. നല്ലൊരു ആനിമേ സീരീസ് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്തോളൂ. അടുത്ത് ഈ കോമഡി ടൈപ്പ് ആനിമയാണ് നോക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് മാഷ്ലി മാജിക് ആൻഡ് മസിൽസ് ആണ്. അത് നല്ലൊരു കോമഡി സീരീസ് തന്നെയാണ്, എനിക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ്, നിങ്ങളൊരു മിസ്റ്ററി ത്രില്ലർ, ക്രൈം ത്രില്ലർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഡെത്ത് നോട്ടാണ്. പലരും അതൊരു ബിഗിനർ ആനിമയായിട്ട് കാണാറുണ്ട്, കാരണം അത് അത്രയ്ക്കും നല്ലതുമാണ്, നല്ല ഹുക്കിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നത് അതെന്തായാലും നോക്കണം എന്നാണ്. ഈ 4 ആനിമയാണ് ഒരു ബിഗിനറായിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു മൂവി നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് മൂവി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആനിമ പറയുന്നത് യുവർ നെയിമാണ്. അതൊരു 2 മണിക്കൂറിനിട്ട് ഒരു ആനിമേ മൂവിയാണ്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയോളൂ. പിന്നെ നിങ്ങൾ ഈ ബിഗിനർ ആനിമ കണ്ടു, പിന്നെ ചിലരുടെ മെയിൻ ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വലിയ ആനിമേസ് കാണാൻ പറ്റുമോയെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എഫേർട്ട് ഇട്ടാൽ കാണാൻ പറ്റും. കാരണം ബിഗ് 3 ആനിമയ്ക്കോട്ടെ, അതായത് ബ്ലീച്ച്, വൺ പീസ്, നറുട്ടോ അല്ലെങ്കിൽ ഡ്രാഗൺ ബോൾ ആയിക്കോട്ടെ, ഇവരൊക്കെ കുറേ എപ്പിസോഡ്സ് ഉണ്ട്. പലരും വിചാരം ഇത് കണ്ടു തീർക്കാൻ കുറച്ച് പണിയാണ്. പക്ഷേ നിങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിൻ്റെ സ്റ്റോറി ആയിക്കോട്ടെ, അതിൻ്റെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഓരോന്നും നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ബിഗ് 3ൻ്റെ ഓർഡർ ഏതാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ബ്ലീച്ച് കാണുക. ബ്ലീച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൽ കുറേ ഫില്ലേഴ്സൊക്കെ ഉണ്ടാവും, പക്ഷെ ആ ഫില്ലേഴ്സും രസമുണ്ടാവും. സെക്കൻഡ് നറുട്ടോ കാണുക. നറുട്ടോലത്തെ ഓരോ ക്യാരക്ടേഴ്സും അതിൻ്റെ സ്റ്റോറി ലൈനും അതൊക്കെ നല്ല രസമുണ്ട് കാണുക. പിന്നെ പറയുന്നത് വൺ പീസ്. 1200 എപ്പിസോഡുണ്ട്, സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്. പക്ഷേ നിങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി ആനിമേ സീരീസ് ആണെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, ജസ്റ്റ് ഒന്ന് എഫേർട്ട് ഇട്ടാൽ മതി. ആദ്യത്തെ ഒരു 100 എപ്പിസോഡ് ആയിക്കോട്ടെ, കുറേ ഉണ്ടെന്ന് പറയുന്നു, ആദ്യത്തെ ഒരു 100 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. പിന്നെ ഡ്രാഗൺ ബോൾ സി, അതെന്ന് പറയുന്നത് കുറേ സീരീസ് തന്നെയായിട്ടാണ് ഡ്രാഗൺ ബോൾ വരുന്നത്. നിങ്ങളൊരു ആനിമേ ട്രൂ ഹാർഡ് ഫാൻ ആണെങ്കിൽ ഡ്രാഗൺ ബോൾ കാണണം, കാരണം ഡ്രാഗൺ ബോളാണ് ഈ കാണുന്ന എല്ലാ ആനിമയ്ക്കും ഇൻസ്പിറേഷനായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആനിമ കണ്ടു കഴിഞ്ഞാൽ പറ്റുകയാണെങ്കിൽ ഡ്രാഗൺ ബോൾ കാണണം, അടിപൊളി സീരീസ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആനിമേ സജഷൻസ് നിങ്ങളൊന്ന് കാണാൻ നോക്കുക. കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഞാൻ ഏതെങ്കിലും ആനിമേ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ അതിനെക്കുറിച്ചും പറയുന്നതായിരിക്കും. നിങ്ങൾക്കിനി ഏതെങ്കിലും ആനിമേൻ്റെ റിവ്യൂ അല്ലെങ്കിൽ വേറെയും ചോദ്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, ഞാൻ എന്തായാലും വായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.